ഒരു മുടി അങ്ങനെ ആരെങ്കിലും കൊടുക്കെങ്കിൽ കാന്തപുരത്തിന്റെ അടുത്തുള്ള പൈസ അറബികൾ കൊടുത്ത പൈസ അല്ലേ, അതിന്റെ 100 കോടി എത്രയോ ഇരട്ടിയുള്ളവരല്ലേ അറബികൾ. അങ്ങനെ ഒരു മുടി ഒരാൾ കൊടുക്കുമെങ്കിൽ അറബികൾ പൈസ കൊടുത്തു വാങ്ങൂലേ? അപ്പൊ ഇനി കാന്തപുരത്തിന് എങ്ങനെ കിട്ടുക? കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, അയാൾക്ക് എവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരാനുള്ള സാധ്യത സങ്കല്പിച്ചാൽ കാന്തപുരത്തിന് പണം കൊടുത്ത അറബികളാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ കൂട്ടത്തിൽ. ദുബൈയിലെ അബുദാബിയിലെ സമ്പന്നരായ മുസ്ലിം അറബികളുടെ പേരുകളുണ്ട്. അങ്ങനെ പണം കൊടുത്താൽ ഈ മുടി സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കാന്തപുരത്തിന് അറബികൾ കൊടുത്ത പണത്തിനൊരു ഭാഗമാണുള്ളത്. സത്യത്തിൽ അവർക്ക് പണം കൊടുത്ത കോടീശ്വരന്മാരായ ഈ അറബ് പ്രമുഖന്മാർ ഈ മുടി വിലക്കെടുക്കൂലേ? കിട്ടാല്ല സാക്ഷി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഏതായാലും അറബികളുടെ അടുത്തുള്ള പൈസ കിട്ടിയാളാണ് കാന്തപുരം എന്ന് പറഞ്ഞല്ലോ. ഇയാളൊരു പ്രഗത്ഭനായ വ്യക്തിയല്ലേ? അബുദാബിയിൽ വലിയ പണക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, നല്ല കഴിവുള്ള ആളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, എന്തിനും കൊള്ളാവുന്ന അവിടുത്തെ ഔഖാഫിന്റെ ഈ ഡയറക്ടർ മന്ത്രിന്റെ മകനല്ലേ. അപ്പൊ അദ്ദേഹത്തിന് കാന്തപുരം പൈസ കൊടുത്തിട്ട് ഇത് പറയിച്ചതാണ് എന്ന് പറയാൻ വകുപ്പുണ്ടോ എന്ന് മുസ്ലിമീങ്ങൾ തലകൊടുത്ത് ആലോചിക്കുക. സ്വപ്നം നിങ്ങൾ വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിൽ ശരി.